ഇവിടെ ഓടിച്ചാൽ മതി. ആ ഓടിച്ചോ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മൂസ് ഈവനിങ്ങിൽ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചു, അതുകൊണ്ട് അവൾ വൈകുന്നേരം സൈക്കിളും കൊണ്ട് ഇറങ്ങില്ല അപ്പോൾ പതിവ്. അപ്പോൾ നമ്മുടെ വഴിയിലും നമ്മുടെ മണ്ണിട്ട റോഡുണ്ട് നമ്മുടെ വഴിയിൽ, അതിലേ കൂടെ നമ്മുടെ മുറ്റത്ത് കൂടെ മാത്രമേ ഓടിക്കാനുള്ളൊരു സ്പേസ് ഉള്ളൂ. താഴെ കൂടെ ഞാൻ വിടാറില്ല ഒറ്റയ്ക്ക്. ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ താഴെ കൂടെ വിടുള്ളൂ. 5:30 വരെയൊക്കെ നല്ല വെയിലായിരിക്കും. 5:30ക്ക് ശേഷമാണ് ഇപ്പോൾ കളിക്കാൻ വിടൽ. അപ്പം അധികം നേരം വരെ കളിക്കാൻ കിട്ടലില്ല. ഈവനിങ് ആണെങ്കിലും മോർണിംഗിൽ തീരെ വിടലില്ല പുറത്തോട്ട്. ഇപ്പോൾ ഭയങ്കര ചൂടായ കാരണം പൊടിയും അങ്ങനത്തെ എന്തോ കാലാവസ്ഥ. അപ്പം മക്കളപ്പം അങ്ങനെ വിടൽ അത്ര സേഫ് അല്ല, പുറത്ത് മണ്ണിൽ കൂടെ കളിക്കാൻ വിടൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വിടാറില്ല. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത്, അവൾ ഫുൾ ടൈം ഫോണിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഇന്നിപ്പം മെല്ലെ ഒരു വെയിലൊക്കെ ഒതുങ്ങി ആ ഒരു സമയത്താണ് അവളെ കളിക്കാൻ വിട്ടത്. അപ്പം ഒറ്റയ്ക്കുള്ളൊരു ബോറിംഗ് ആണ്, ഒറ്റയ്ക്ക് ഇരിക്കൽ ഭയങ്കര ബോറിംഗ് ആണ് അവൾക്ക്. അപ്പോൾ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി ഒറ്റയ്ക്ക് വളയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അവൾ. കഴിഞ്ഞ ദിവസമാണ് വളയ്ക്കാനൊക്കെ പഠിച്ചത്. വെറുതെ പിടിച്ചാൽ മതിയോ? മുട്ടല്ല. അതെന്ത് വളയ്ക്കല വളച്ചേ? ശ്രദ്ധിക്കണ്ടേ? ആ കൊട്ട ഇളക്കി പറിച്ചെടുത്ത ആരാ? മെല്ലെ പോണേ. ഹെൽമെറ്റായിട്ട് യൂസ് ചെയ്തോ? ബാസ്ക്കറ്റ് ഹെൽമെറ്റും ആക്കാം അല്ലേ അമ്മു? ഇല്ല, അത് അവിടെ ഒന്നല്ല ഫിറ്റ് ചെയ്യണേ, വേറെ എവിടെയാണ് ഫിറ്റ് ചെയ്യണേ. എൻ്റെ ദൈവമേ, സ്റ്റാൻഡ് അമ്മൂട്ടി, നീ എന്താ കാണിക്കണേ? ആ നന്നായി. ഇവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗുണാക്കേവാണോ? താഴെ എത്തും. ആ തോട്ടിലേക്ക് എത്തും എന്തായാലും. നേരെ വിട്ടോ. ഇത് വെള്ളം പോകാൻ വേണ്ടി പപ്പ കുഴിച്ച കുഴിയല്ലേ? അവിടെ വെക്കണ്ട, അതിൻ്റെ അകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കത്. തൽക്കാലം അങ്ങനെ വെച്ചോ, വീണൊന്നും പോവില്ല. എന്താണ് മണ്ണിൽ കൂടെ ഉള്ള റോട്ടിൽ ഓടിക്കാൻ പറ്റുന്നില്ല? മെല്ലെ മെല്ലെ മെല്ലെ. താഴെ കൂടിയോ? ഈ റോഡിലോ? അല്ല ഗൈസ്, ഇതിലേക്കൂടെ ഓടിക്കാനാണോ പറയണത്? അമ്മൂട്ടിക്ക് മണ്ണിട്ട റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കളിച്ച് കാണിക്കുന്നുണ്ട്, തിരിക്കലും മറക്കലൊക്കെ. പോരെ പോരെ പോരെ. മാറുന്നുണ്ട്. നീ എങ്ങോട്ട് കയറ്റാനാ? ബ്രേക്കില്ലാത്ത വണ്ടി ഉണ്ട്. അതവിടെ അല്ല ഫിറ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ അവിടെ അല്ല ഫിറ്റ് ചെയ്യുന്നതെന്ന്. അവിടെ വെക്കണ്ട, അത് ഞാൻ പറഞ്ഞുതരാം അവിടെ ഫിറ്റ് ചെയ്യണമെന്ന്. അത് തൽക്കാലം അതിൻ്റെ തന്നെ വെച്ചോ, അവിടെ വെച്ചോ.
മണ്ണിട്ട റോട്ടിൽ കൂടെ കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ലല്ലേ അമ്മൂട്ടി? എന്താ ബാലൻസിങ് ഇല്ലാത്തോണ്ടാ? അമ്മൂട്ടി കുറച്ച് ദൂരമൊക്കെ പോയി, പിന്നെ അവിടെ വെച്ചിട്ട് വളയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈ കൊണ്ട് വളച്ചിട്ടാ തിരിച്ചിങ്ങോട്ട് വരണം. അല്ലാതെ വളയ്ക്കാൻ പറ്റുന്നില്ല. ആ ആ ആ ആ മെല്ലെ മെല്ലെ മെല്ലെ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. ബോം ക്ലൈമറ്റ് ആണ്. അയ്യോ ബ്രേക്കില്ലാത്ത വണ്ടി, വിട്ട് വിട്ട് വിട്ട്. ഞങ്ങൾ ഇടിച്ച് തകർക്കോ? അമ്മൂസിന് പഴയ സൈക്കിള് പറ്റുമോ അമ്മൂസേ? ഒട്ടും പറ്റില്ല. കാല് പോലും ഇരിക്കാൻ പറ്റുമോ? കാലെത്തുണ്ടാവില്ല അല്ലേ? ഓടിക്കാൻ പാടാ. ആ ചെറുതായല്ലേ അമ്മൂട്ടിക്ക്? അമ്മൂട്ടിക്ക് 4ാമത്തെ വയസ്സിൽ പിറന്നാൾ സമ്മാനം മേടിച്ചു കൊടുത്ത അമ്മൂൻ്റെ സൈക്കിള്, ഒരു ചെറിയ സൈക്കിളുണ്ട്. ഇപ്പം 7 വയസ്സായി. ഇത് അവളുടെ പപ്പ കഴിഞ്ഞ ബർത്ത്ഡേക്ക് 7th 7th ഗിഫ്റ്റ് കൊടുത്ത സൈക്കിളാണ്. കാലിക്കറ്റിൽ നിന്ന് എടുത്താണിത്. അമ്മൂസിന് ഇത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാൻ. 2 ടയറൊക്കെ ഉണ്ടായിരുന്നല്ലേ ആദ്യം ബാക്കിൽ? 2 ടയറൊക്കെ ബാക്കിൽ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അത് മെല്ലെ ഊരി മാറ്റി അല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവൾ ഇതിൽ എയിമാ അല്ലേ? സ്ട്രെയിറ്റ് റോഡിൽ കുഴപ്പമില്ല, മണ്ണിട്ട റോഡിലാണ് പ്രശ്നം അല്ലേ അമ്മു? മണ്ണിട്ട റോഡിലൊക്കെ പഠിക്കാൻ നോക്കണം എന്തായാലും കേട്ടോ. എപ്പോഴും സ്ട്രെയിറ്റ് റോഡ് കിട്ടിക്കോണം എന്നില്ല കേട്ടോ. വലിയ റോഡ് അമ്മൂട്ടി മാത്രമേ ഇതിനകത്ത് പാടും. അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇങ്ങനത്തെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ മണ്ണിട്ട റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല അല്ലേ? ചെറിയ റോഡായതുകൊണ്ട് തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. സ്കൂട്ടറാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് തിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കാനാവില്ല. ഇവിടുന്ന് എന്തായാലും ഇറങ്ങിയിട്ട് കൈ കൊണ്ട് തിരിക്കേണ്ട അവസ്ഥയാണ്. ചെറിയ റോഡാണ്. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോകമാണ്. ഒന്നും പറയണ്ട, സ്കൂട്ടർ വരെ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ്. ഇവിടെ താഴെ ഇറക്കേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ TV ആണോ എന്നിട്ടില്ലേ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ലേ ഞങ്ങളൊരു വെള്ളപ്പൊക്കം ഒരു നാട്ടിൽ ഇങ്ങനെ വന്നിട്ട്? നാട്ടിൽ അത് നമ്മുടെ 2024. അപ്പൊ ആസിം പറഞ്ഞ് നമ്മളുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കം അത് ഇവിടെയൊക്കെ നിറച്ചും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈങ്ങാപ്പുഴ പുഴയൊക്കെ നിറഞ്ഞ് നമ്മുടെ ആസിമില്ലേ നല്ല കുഞ്ഞതായപ്പോ പണ്ടത്തെയാണേ. ആസിമ കുഞ്ഞതായപ്പോ ഇല്ലേ ആസിമ ഒരു സ്ഥലത്ത് പോയപ്പോ സുനാമി ഇങ്ങനെ പറഞ്ഞില്ലേ? സുനാമി വന്നു. അത് ചെറുപ്പത്തിലെ മോളെ, ചെറുപ്പത്തിലെ ക്രിസ്മസിന്റെ സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി വന്ന സമയത്ത്. അപ്പൊ ഇല്ലേ ഞാനില്ലേ സുനാമീനില്ലേ TV-യിൽ വെച്ചു. എന്നിട്ട് ജപ്പാനാണോ സൗത്ത് കൊറിയ ആണോ ഇതിലേതാണോ അറിയില്ല, പക്ഷേ ഇല്ലേ ആ നാട്ടിലെ ബീച്ചിലില്ലേ ഇങ്ങനെ ഒരു സുനാമി ഇങ്ങനെ വന്നല്ലേ? പേടിയാവുമല്ലേ അത് കണ്ടാല്? ശരിക്കും ആണെങ്കിൽ നല്ല പേടിയായി. ഇനി ബീച്ചിൽ പോണെന്ന് വാശി പിടിക്കുവോ? ബീച്ചിൽ പോവാ? നോക്കിയിരുന്നാ മതി, സുനാമി എപ്പോ വരും കേട്ടോ.
ഏ വളച്ചിട്ട് വാ. ഇതിന് സൈക്ലിംഗ് എന്ന് പറയൂ അമ്മു. എന്ത് കഷ്ടാ. കേറി ഇരുന്നിട്ട് വായോ. മെല്ലെ മെല്ലെ മെല്ലെ. ഈശ്വര, എന്നെ പറിച്ചെടുക്കോള്. ഇറ്റമ്മേ, കുഴിയിൽ പോയോ? സാരമില്ല, ഒന്നും പറ്റിയില്ലല്ലോ. ഇനി അങ്ങോട്ട് പോണ്ട. ഇതിലിരുന്ന സംഭവമാണ് ഇത്. നീ പറിച്ചെടുക്കണ്ട കേട്ടോ. ഇനി പറിച്ചെടുത്താൽ ഞാൻ ഫിറ്റ് ചെയ്ത് തരില്ലേ. ആ, സൈക്കിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയായിട്ട് എപ്പോഴും കൊണ്ടു നടക്കണം. വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സൊക്കെ എപ്പോഴും ഫേഡായി പോകും കേട്ടോ. പറയണേ കേട്ടോ. ആ, എന്നാൽ കൊണ്ടക്ക് മതി. കഴുകിയിട്ട് വെക്കണേ. ില്ലേ അതിൻ്റെ സ്റ്റാൻഡിന് എന്തോ പ്രശ്നമുണ്ട്. ഇളക്കി കളിക്കുന്നുണ്ടല്ലേ. നമുക്കിനി അത് റിപ്പയർ ചെയ്തെടുക്കണം കാലിക്കറ്റ് പോകുമ്പം എന്തായാലും. എൻ്റെ ദൈവമേ, നീ എന്താ കാണിക്കണേ. കഴുകുന്നില്ല. അമ്മൂസ് സൈക്കിളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. ഇന്നത്തെ കളി കഴിഞ്ഞു അല്ലേ അമ്മു? വേറെന്താ കളികൾ? കൊട്ട ഇത്രയും ദിവസം ആർക്കും വേണ്ടാണ്ട് അവിടെ വെറുതെ കിടന്ന് ആരാ അതിൻ്റെ അകത്ത് നയിച്ചെടുത്തതെന്ന് ആലോചിക്കുന്നത്. മതി മതി മതി. എൻ്റെ ടയറിലും എല്ലായിടത്തും കഴുകി വൃത്തിയാക്കുക. കയ കയ ഇനി വെള്ളമൊക്കെ ഇതാക്കട്ടെ. ഇവിടെ ജസ്റ്റ് വെള്ളം ഒഴിക്ക്. ഈ ഭാഗത്തൊന്നും ആയിട്ടില്ല, ഇപ്പുറത്തെ ഭാഗത്ത്. ആ ബാസ്ക്കറ്റിൽ വെള്ളം നിൽക്കുന്നുണ്ടെന്നാ തോന്നുന്നേട്ടാ അമ്മോ. എൻ്റെ സ്റ്റാൻഡ് എന്തോ പ്രശ്നമുണ്ടല്ലേ. ആ ആ ആ വെള്ളം പോകുന്നു. ഫ്രണ്ടിലെ ടയർ കഴുകുക. ഫ്രണ്ടിലെ സീറ്റിൽ എന്നാ കഴുകുന്നേ? ഫ്രണ്ടിലെ ടയർ കഴുകമ്മോ. ആ മതി. പൊടി പോയില്ലേ. ആ, ഇനി അതിനെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെക്ക്. അതിൻ്റെ വെള്ളം പോട്ടെ. ഇനി അതും കൊണ്ട് പുറത്തിറങ്ങണ്ട. പൊടിയൊക്കെ പോയില്ലേ, വൃത്തിയായില്ലേ. ഇനി കൊണ്ട് പാർക്ക് ചെയ്ത് വെക്ക് കേട്ടോ. അമ്മൂസ് അവിടെ വെച്ചോ. പാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയല്ലേ കളിക്കുള്ളൂ. ഇന്നിപ്പോൾ സമയം 6-6:30 മണിയായി. സൺസെറ്റ് ചെയ്യുന്നുണ്ട്. സന്ധ്യയായി. മെല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? പ്ലേ ടൈം അല്ലേ? അമ്മൂസിൻ്റെ പ്ലേ ടൈം വീഡിയോ ആയിരുന്നു ഇന്ന്. സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് 1 മില്യൺ ആവാനൊരു കൊതിയുണ്ട്.
കുറേ വേണം. പ്ലേ ബട്ടൺ എപ്പോഴും കിട്ടുവാനില്ല, എന്നാലും ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും അല്ലേ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.